ഹലോ മച്ചന്മാരെ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്ന ദിവസം വെള്ളിയാഴ്ച കേട്ടാ. എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ അവസാനത്തെ വെള്ളി ആവാനാണ് സാധ്യത. കാരണം അടുത്ത വെള്ളിയാഴ്ച പെരുന്നാളായിരിക്കുമല്ലോ. പെരുന്നാളായിരിക്കുമല്ലോ എന്നല്ല, പെരുന്നാൾ 23. പെരുന്നാളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് നമ്മള് പള്ളി പോവാം. ആദ്യം ഇതാണ്ട് ഈ നീല മുണ്ടും വര ഷർട്ടൊക്കെ ഇട്ട് പള്ളിയിലൊക്കെ പോയി. പള്ളിയിലല്ലെങ്കിലും പോവും. ഇന്ന് വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് പള്ളി പോകുമ്പോൾ എടുക്കുന്നത്. ഞങ്ങളുടെ മലക്കിനാർ ദർഗയില് പള്ളി പോയിട്ട് അവിടെ നിന്ന് നേരെ വന്ന് ഞങ്ങൾക്കൊന്ന് ടൗണിൽ പോകാനുണ്ട്. നമുക്കിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ വീഡിയോ കാണാ. വീഡിയോ കണ്ടിനാ? കുറെ കണ്ടിനാ? വമ്പ. ഇത് നമ്മുടെ വീഡിയോ കാണുന്ന പിള്ളേരാട്ടോ. ഇവിടെ വന്നപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട്, ദിവസവും കാണുന്നതിലും കൂടുതൽ. എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ റമദാനിൽ അവസാനത്തെ വെള്ളിയാഴ്ച എന്നുള്ളത് കൊണ്ടായിരിക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ പള്ളി. അതുപോലെ തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡ് കാണുന്നില്ലേ, ഈ കാണുന്ന സ്കൂളിലാണ് ഞാനന്ന് പഠിച്ചത്. പക്ഷെ അന്ന് പഴയ കെട്ടിടമായിരുന്നു, ഇന്ന് പുതുക്കി. അങ്ങനെ നേരെ പള്ളിയിൽ ചെന്ന് ഒളുവൊക്കെ കൊടുത്ത് നിസ്കരിച്ച് നേരെ ചെന്നത് മക്കാമിലാണ്. ഇവിടെയാണ് ഈ കാണുന്ന ഈ പേരുകളൊക്കെയാണ് ഇവിടെ ഉറങ്ങുന്ന മഹാന്മാർ. അങ്ങനെ ഇവിടുന്ന് സിയാറത്തും കഴിഞ്ഞ് ഞാൻ നേരെ ചെല്ലുന്നത് ഖബർസ്ഥാനിലാണ്. കാരണം എൻ്റെ വാപ്പ ഇവിടെയാണ് കിടക്കുന്നത്. ഈ ഒരുപാട് കബറുകൾക്കിടയിൽ ഈ കാണുന്നതാണ് വാപ്പാൻ്റെ കബർ കേട്ടോ. ഞാൻ എപ്പോൾ വന്നാലും വെള്ളിയാഴ്ച തന്നെ ആവണമെന്നില്ല, സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വന്ന് ഒരുപാട് ഇതൊക്കെ ചെയ്തിട്ടാണ് പോകാറുള്ളത്. പിന്നെ ഈ മനുഷ്യനറിയാമല്ലോ, അന്താക്ക. എൻ്റെ ഒരുപാട് ആൽബത്തിലൊക്കെ അഭിനയിച്ച വ്യക്തിയാണ്. അതുപോലെ പണ്ട് ടിക്ടോക്ക് മുതലേ പുള്ളി എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ തമ്മിൽ അങ്ങനെ വീഡിയോ ചെയ്യില്ല. പുള്ളിയുടെ തിരക്കായി പോയി. നല്ലൊരു മനുഷ്യനാട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഏറ്റവും നല്ലൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ പള്ളിയുടെ തൊട്ടടുത്തായിട്ട് വരുന്ന ഈ ഒരു പുഴയാണ്. ഈ പുഴയുടെ അങ്ങേയറ്റം വരെ ഉണ്ട് കാണിക്കാൻ ഒരുപാട് കാഴ്ചകൾ. പക്ഷേ എനിക്കത് കാണിക്കാനുള്ള സമയമില്ല. മാത്രമല്ല ഈ പുഴ കടന്നു പോകാൻ ഒരു വഴിയും കൂടി ഒരുങ്ങുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പള്ളിയിൽ കണ്ട് ഒരുപാട് പേരോട് സംസാരിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പൊ നമ്മണ്ടല്ല കാസർഗോഡല്ല പോയിട്ട് ഒന്ന് തരാം അല്ലെ? ബിന്ദുമാനെ കൊണ്ട് വെറുതെ അതാ ചട്ടി കഴിക്കൊണ്ട് പോന്ന്. അങ്ങനെ എന്റെ മുണ്ട് മാറി ഞാന് പാന്റ് ആക്കി. പൊളി ഏത് മുണ്ടാ? പൊളി പാന്റാ? ഷർട്ടിന് നല്ലേ? ഞാൻ ആവശ്യോ കേക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു സാമാനം വന്നിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ. എടാ ഇങ്ങനെ ഡിക്കിന്റെ ഉള്ളിലേക്ക് ഇടോ. ഡിക്കി കിട്ടണമെന്നില്ല, വേറെ ആരും ഇല്ലല്ലോ, ഇവിടെ തന്നെ വെച്ചോ. അങ്ങനെ നേരെ നമ്മള് മോൺച്ചയുടെ കടയിൽ ചെന്നു. കാറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അത്യാവശ്യത്തിനുള്ള കാറ്റൊക്കെ ഒന്ന് കുത്തി നിറച്ച് ചെറിയൊരു പൈസയും കൊടുത്ത് വണ്ടി എടുത്ത് നേരെ ചെന്നത് ശോഭികയിലോട്ടാണ്. പക്ഷേ ഒരു ചെറിയ പണി കിട്ടി, അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ ഒരു 500 മീറ്റർ മാറി ബ്രിഡ്ജിനടിയിലാട്ടോ കാറ് പാർക്ക് ചെയ്തേ. എന്റെ പൊന്നോ, ഞങ്ങള് അവിടം വരെ പോയിട്ട് ഒരു റൗണ്ട് വന്നിട്ട് ഇതാ ബ്രിഡ്ജിന്റെ താഴെ വണ്ടി വെച്ച് നടക്കാണ്. കാരണം ഫുള്ളാണ്, പാർക്കിംഗ് ഇല്ല ഇവിടെ. എന്താടേ? ഇനിയുണ്ട്. ശോഭിക്ക അവിടെ എത്തണോ? എങ്ങനെയുണ്ട് ഇത്? കളക്ഷൻ ഉണ്ടോ? വീട്ടിൽ കളിച്ചില്ലെങ്കിലും വേറെ എവിടെ ചെന്നാലും എൻ്റെ മക്കള് ഭയങ്കര ഹാപ്പി ആട്ടോ. അങ്ങനെ റിസുവിന്റെ പണി തുടങ്ങി. ഡ്രസ്സ് തപ്പല്. ഒരുപാട് തപ്പി മടുത്തപ്പോ അവള് കുറച്ച് അവളുടെ സെക്ഷനിലോട്ട് കയറി നോക്കി, അവൾക്ക് പറ്റി എന്തെങ്കിലും കിട്ടുമെന്ന്. പോയാ വിടാതാ, നീ വെറുതെ തുള്ളി കളിക്കാൻ വേണ്ടിട്ട് പോണ്ട. എന്ത് ദിവസം നോക്കുന്ന ഡ്രസ്സാ? റേറ്റാ? റേറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല. സെലക്ഷൻ അനക്ക് സെറ്റ് ആക്കി തരുന്ന? എനിക്കെന്തോ ഒരു കളക്ഷൻ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. റേറ്റ് കുഴപ്പമില്ല, സാറ്റിസ്ഫൈഡ് ആണ്.
ഞങ്ങള് ഷോപ്പികയില് പോയി. ഷോപ്പികയില് അടിപൊളിയാ, കളക്ഷന് കാര്യങ്ങളൊക്കെ അടിപൊളിയുണ്ട്, റേറ്റും കുഴപ്പമില്ല. പക്ഷെ നമ്മള് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. എന്തോ ഒന്നാമത്തെ കാര്യം, ഗേൾസ് കുഞ്ഞുങ്ങളില്ലേ, പെൺകുഞ്ഞുങ്ങൾക്ക് നല്ല അടിപൊളി കുറെ കളക്ഷൻ ഉണ്ട്. ആൺകുഞ്ഞുങ്ങൾക്ക് കുറവാ, കുഞ്ഞുങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ഷർട്ട് മാറ്റ്, ഷർട്ട്സ് കുറച്ച് കുറവ്, ടീഷർട്ട് മാറ്റ്. ടീഷർട്ട് നമ്മള് ഷർട്ടാ നോക്കാൻ പോയ. എടാ എടുക്കടാ. പിന്നെ ഇവക്ക് നോക്കി, ഇവക്ക് ചൂടിദാറാ. ഈ ചൂടിദാറ് വിട്ടൊരു പണിയല്ലാലോ, അത് ചൂടിദാറ് മാത്രമേ നടക്കൂന്ന്. എന്റെ പൊന്നു മച്ചന്മാരെ, 30 സെക്കൻഡ് ഉള്ളു, ഒന്ന് പോവാ. ട്രാഫിക്കിൽ നിന്നിട്ട് എന്ത് പൊട്ടനാടാ. അല്ലാന്ന് 3 കുറച്ചങ്ങാത്ത 2 1. അടുത്ത് ഞങ്ങൾ ചെന്നത് പാൻ യുകെയിലാട്ടോ. ഇവിടെ അടിപൊളി കളക്ഷനൊക്കെയാണ്. പക്ഷേ നമ്മുടെ മക്കളെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ മെലിഞ്ഞവന്മാർക്ക് ഏതിട്ടാലും ചേരുന്നില്ല. അങ്ങനെ എൻ്റെ റിസുവും ഞാനും കൂടി ഒരുപാട് തപ്പി നോക്കിയിട്ട് എന്തോ ഇവർക്ക് സെറ്റ് ആവുന്നില്ല. കളക്ഷനൊക്കെ സൂപ്പറാ. നോക്ക്, നോക്കോ, കുത്തണ നോക്ക്, പാർന്ന് നോക്ക്. ഹലോ വാപ്പിച്ചോ, വാപ്പിച്ചോ ഇഷ്ടപ്പെട്ടില്ല വാപ്പിച്ചോ? ബസ് അങ്ങനെ ഞാനും എൻ്റെ ഇസാനും പോയിട്ട് കാർ എടുത്തോണ്ട് വന്നു കേട്ടോ. ഇസുന് വയ്യാന്ന് പറഞ്ഞ് ഇവിടെ നിന്ന്. തണ്ണി കുടിച്ചോ? ഞാനല്ല, ഞാൻ വിചാരിച്ചു നീ നോമ്പ് വിട്ടു. അങ്ങനെ നമ്മള് അത് കഴിഞ്ഞിട്ട് നേരെ എവിടെ പോയിന്ന് അറിയോ? പാൻ യുകെയിലും ഉണ്ട്, കളക്ഷൻ ഉണ്ട്. പക്ഷെ എന്തോ എനിക്ക് സംതൃപ്തി തോന്നിയില്ല. നല്ല നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു, സംതൃപ്തിയില്ലേ, അത് തോന്നിയില്ല. അന്ന് ക്യാമറ തിരിച്ച പായ ബസ് സ്റ്റാൻഡിലേക്ക് ഇവിടെ നിർത്താന്. ഇതെല്ലാം ബസ് സ്റ്റാൻഡ്, ഇവിടെ നിർത്താൻ പറ്റില്ല. ഇതാണ് പായ ബസ് സ്റ്റാൻഡ്. പക്ഷെ ഈ പറയുന്ന തിരക്കൊന്നും ഇല്ലെങ്കിൽ കാസർഗോഡിന്റെ അവസ്ഥ ഇതല്ല. അവസാനത്തെ നോമ്പൊക്കെ ആവുമ്പോ എന്റെ പൊന്നെ പിടുത്തം പിടുന്ന തിരക്കാ നടക്കല്. അങ്ങനെ പായ ബസ് സ്റ്റാൻഡിലെത്തി ചുറ്റിനും നോക്കി എവിടെയെങ്കിലും ഒരു പാർക്കിംഗ് കിട്ടുമോ എന്നുള്ളത്. അവസാനം ദൂരെ നിന്ന് ആ ഒരു ദൈവദൂതനെ ഞാൻ കണ്ടു, അതായത് പേ പാർക്കിംഗ്. 50 രൂപയ്ക്ക് തുണി വേണം. 50 രൂപയ്ക്ക് തുണിയാ, വെള്ള തുണിയാ. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി നേരെ തിരിച്ച് പേ പാർക്കിങ്ങിൽ കൊണ്ടുപോയിട്ട് വണ്ടി ഇട്ട് 30 രൂപ പേയും ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത കടയിൽ പിടിക്കാൻ നോക്കി. ഇവിടെ പിന്നെ കുഴപ്പമില്ല, പോലെ. ഓ വാപ്പച്ചിനോർക്ക് വരുന്നു. ഇത്ര നേരം കുരുത്തക്കേട് കാണിച്ചിട്ട് ഇപ്പൊ ഉറക്ക കുടിച്ചു നോക്കല്ലേ ചെക്കന്. അവിടെ നിന്ന് അരച്ചെന്നത് ക്ലബ് 40-ലാട്ടോ. അവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു കുട്ടികൾക്കുള്ള സാധനങ്ങൾ. ഇവിടെ അത്യാവശ്യം കയറുമ്പോൾ തന്നെ ഒരു നല്ല പോസിറ്റീവ് വൈബാണ്. അങ്ങനെ ഞങ്ങൾ കളക്ഷൻ ഉണ്ടായിരിക്കാം, പക്ഷെ ഇവർക്ക് പറ്റുന്നതുണ്ടോ എന്ന് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പി നോക്കിയപ്പോൾ കുഴപ്പമില്ലാത്ത കുറച്ച് കളക്ഷൻസ് റിസു എനിക്ക് കാണിച്ചു. ഇവിടെ നല്ല അടിപൊളി കളക്ഷൻ കാണുന്നുണ്ട്. നമ്മൾ നോക്കാം. ഈ കാണുന്നത് മുഴുവനും കുട്ടികളുടേത് തന്നെ കേട്ടോ. അതിൽ സെറ്റുള്ളതും അല്ലാത്തതും സിംഗിളായിട്ട് എടുക്കുന്ന എല്ലാതരവും ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ ഡ്രസ്സ് എന്തായാലും എടുത്ത് 2 പേർക്കും എടുത്തിട്ട് നോമ്പുറക്കാനുള്ള സമയമായി. അങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോൾ തൊട്ടടുത്തായിട്ട് ഒരുപാട് ആള് കൂടിയൊരു കട കണ്ടു. അവിടെ ചെന്നിട്ട് പപ്സും മുട്ട ബജ്ജി അങ്ങനെയുള്ള എന്തൊക്കെയോ ഓർഡർ ചെയ്തു. ഓക്കെ, താങ്ക്സ്. ഓനെന്ത് ചോദിക്കുന്നത് ഇസാന്?
ഇതാണ് ബാബിജോ. ആ തട്ടി പൊട്ടിക്കണ്ട, തുറക്ക തുറക്ക തുറക്ക. എന്താ തുറക്ക. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള വിഭവം എടുത്ത് പിള്ളേർക്ക് ഡ്രസ്സും എടുത്തിട്ടാ. ഡ്രസ്സ് ഉണ്ട്. ഞാൻ നോക്കിയിട്ട് പ്ലസ് 40 ഇതാണ് ഡ്രസ്സ് എടുത്ത സ്ഥലം. അടിപൊളി കളക്ഷൻസ്, കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. വലിയ അതൊന്നും പറയുന്നില്ലേ, ഓരോരോ സ്ഥലത്തിന് അതിൻ്റെതായ ഭംഗിയുണ്ട്, കളക്ഷനും ഉണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് എടുത്തത്. കാരണം റേറ്റിലൊന്നല്ല കേട്ടാ, റേറ്റൊക്കെ എല്ലാം അതേ അവിടെ തന്നെ ഉണ്ടായിരുന്ന പോലെ ഉണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് ഒരു കോംബോ എടുക്കുമ്പോൾ 1000 പൈസയാ തരാം പപ്പ തരാം നിൽക്കേ. കോംബോ എടുക്കുമ്പോൾ 1900 ആ ഒരു റേഞ്ച് വരുന്നത് എല്ലായിടത്തും വരും. കോംബോ അല്ലെങ്കിൽ പാൻറ് സെപ്പറേറ്റ് എടുക്കുമ്പോൾ 900 700. ഷർട്ടിന്റെ റേഞ്ച് ഇവിടെയൊക്കെ അങ്ങനെയാണ്. കുഴപ്പമില്ലാത്തൊരു കളക്ഷൻ കിട്ടി അല്ലേ. ഇനി നോമ്പ് തുറക്കുമ്പോൾ വെയിറ്റ് ചെയ്യുന്ന അല്ല റണ്ണിങ്ങിൽ തുറക്കുന്ന 5 മിനിറ്റ് ഉള്ളൂ റൺ ചെയ്യുന്ന. ഓക്കെ ഇൻഷാല്ലാ. അതിന് നോമ്പ് തുറന്ന് പുറത്ത് തുറക്കണമെന്ന് ആഗ്രഹമായിരുന്നു. പിന്നെ ഇവിടെ സ്ട്രീറ്റ് ഒന്നുമില്ല, സ്ട്രീറ്റ് അങ്ങോട്ട് മാറണമല്ലോ. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണമെങ്കിൽ ഒന്ന് കയറാം അല്ലേ ഇൻഷാല്ലാ. അങ്ങനെ ഞങ്ങള് ബസ് സ്റ്റാൻഡും താണ്ടി ലെഫ്റ്റ് അടിച്ച് പോവാട്ടാ. പിന്നെ റിസുമാക്കുള്ളത് എടുത്തിട്ടില്ല. എനക്ക് തോന്നുന്നില്ല ഈ സംസ്ഥാനത്ത് നിന്ന് എവിടുന്ന് ഓക്ക് ഡ്രസ് എടുക്കാൻ പറ്റുമെന്ന്. ഇൻഷാല്ലാ നാളെ ഉപ്പള പോയിട്ട് ഉപ്പളത്തിന്റെ മണ്ണില് ഇവക്കുള്ള സാധനം ഉണ്ടോ നോക്കട്ടെ. ഇവക്കുള്ളതില്ലാഞ്ഞിട്ടല്ല, കളക്ഷൻ ഇഷ്ടം പോലെ എല്ലായിടത്തും ഉണ്ട്. ഷോപികയിലും ഉണ്ട്, പിന്നെ പാനിയുക്കയിലല്ല, അവിടെ ബോയ്സിന്റെ മാത്രമേ ഉള്ളൂ. പക്ഷേ റിജുമ ഡ്രസ് ഇടുന്ന കണ്ടിട്ടില്ല ഏത് ടൈപ്പ് എന്ന്. ആ ടൈപ്പ് ഓഫ് ഡ്രസ്സ് തന്നെ വേണം ഇവക്ക്. അല്ലാതെ ഞാൻ കുറെ കാണിച്ചു ജീൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഉള്ള ഇട്ട് നോക്കുന്നു, സാറ്റിസ്ഫൈഡ് ആവില്ലല്ലോ. എന്നാ പിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. അവളെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് എടുത്തിട്ടോട്ടെ. ചുരിദാറും നൈറ്റിയും. ഇപ്പഴാ പിന്നെ വീഡിയോ എടുക്കുന്നോണ്ടാ നൈറ്റിന്ന് മാറി വന്നറിയോ. ഇല്ലെങ്കിൽ നൈറ്റ് അത് ഗേൾസിന്റെ കംഫർട്ട് ഡ്രസ്. ട്രാഫിക് രക്ഷപ്പെട്ടല്ല. ഇവിടെ നോക്കില്ല ശോഭിക്കാറ്റ മറ്റേ എത്ര ഇതല്ല ശോഭിക്കാന്റെ ബോർഡ് നോക്കും. ഇതെല്ലാം നടുവത്തെ ബോർഡ് വെക്കും. അത്രയും പൈസ ചെലവാക്കിയിരുന്നു അവര്. അല്ല ഒരു മോളുടെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നു സത്യം പറയാം. ഇതാ നിതാ പെർഫ്യൂംസ്. ശോഭികേ ഇതെടുത്ത ബാങ്ക് കൊടുത്ത ഇത് വേണ്ടല്ലേ. അപ്പൊ ഗൈസ് നമ്മള് നോമ്പ് പറയുന്ന കാറിലായിട്ടോ. ഓ റോഡിലായി പോയി ഞാൻ നിന്നത്. ഇസാന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താ എന്ത് പാപ്പി സ്ക്രീനിലേക്ക് കാണിച്ചാണ്, സ്ക്രീനിലേക്ക് ഇട്ട പാപ്പി മുഖല്ലെന്താ അങ്ങനെ പാപ്പിച്ചോ പിണങ്ങിയപ്പാ എടുത്ത സൈഡ് നിർത്താൻ പറ്റുമോന്ന് പഠിച്ചമ്പരാനറിയാം. എടാ സാധനം ഇട പോന്നല്ലേ തിന്നണ്ടേ എന്തെങ്കിലും എന്തുള്ള ഒക്ക കട്ടിങ് എല്ലാം കിട്ടി. ഒന്നല്ലാത്ത സമയമാണ്. നമ്മള് ഒരു 10 മിനിറ്റ് കിട്ടിയിരുന്നെങ്കിൽ സമാധാനമായിട്ട് നമുക്ക് എവിടെ ഇരുന്ന് തുറക്കായിരുന്നു. മുട്ട പപ്സലായിട്ട് നോമ്പറക്കുന്നത് ഭയങ്കര സംഭവല്ലേ. ഒന്നുമില്ല, തീർന്നു. ലാസ്റ്റ് ടൈമല്ലേ. ഇതെന്താ മുട്ടയുടെ മസാല ഇട്ടതാ? ഫുഡ് കഴിക്കണ്ടേടാ. ഇവിടെ മജ്‌ലിസിലേക്ക് ഇറക്കാം മുഗ്രാല് വേണമെങ്കില്. ഉറപ്പാ. എവിടെയെങ്കിലും നിർത്തിയിട്ടൊക്കെ ഇങ്ങനെ നോമ്പറന്ന് പോവാ. സംഭവം ഒന്നല്ല.
പക്ഷെ ഇതൊരു ട്രാവൽ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലൊരു കുമ്മുണ്ട് പോയി ഒരേ പാറ്റേണിൽ പോയാൽ പോരല്ലോ, ഇടയ്ക്കൊരു ചേഞ്ചസ് ഒക്കെ വേണ്ടേ? ഏത് അല്ലടിയേ? ഇവക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ പോകുന്ന സമയത്ത് നോമ്പറക്കണമെന്നുള്ളത്. അപ്പൊ വെറുതെ പോകുമ്പോ നോമ്പറക്കുന്നതിനോട് ത്രില്ലില്ല. ഇതുപോലെ എവിടെയെങ്കിലും ചെന്ന് പെട്ടിട്ട് ആ ഒരു നോമ്പ് ഉറക്കം കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അൽഹംദുലില്ലാ അതൊരു സുഖമാണ്. എന്നിട്ട് ഇവിടെ വെള്ളം ഇവിടെ ആ സുഖം ഒന്ന് ക്ലിയർ ആവണമെങ്കിൽ വെള്ളം കുടിക്കണോ? ഇല്ലെങ്കിൽ കുടി നീര് കുടിമക്കാലോ. ഇന്ത്യയിലില്ല. നിങ്ങക്ക് നോമ്പുണ്ടാഞ്ഞാ? നോമ്പുണ്ടാഞ്ഞാ ജിസാനോ? നോമ്പുണ്ടാഞ്ഞാ? നമ്മള് ഇസാനൊരു ഷൂ എടുക്ക. കൊറേ ഉണ്ട് കേട്ടോ ലേഡീസ് കളക്ഷൻ അല്ലേ? ഇങ്ങനത്തെ സൈസ് കിട്ടല്ലേ? നോക്കോ ഇസാനെ, നോക്കോ ഇസാന്റെ ടൈപ്പ് ഓഫ് ഷൂസ്. അവൻ കൊടുത്തങ്ങ് തേക്കും. തിന്നും വേണമെങ്കിൽ എന്ത് പറ്റും. അങ്ങനെ ബന്ദിയോട് ഫാൻസിയിൽ നിന്നും ഇസാൻ ഒരു ഷൂവും ഒരു വാച്ചും പിന്നെ റിച്ചുമൊക്കെ ഒരു ലിപ്സ്റ്റിക് ഒക്കെ ആയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. നേരത്തെ നമ്മൾ പോകാൻ നേരത്ത് ഒരു പ്രൊഡക്റ്റ് വന്നില്ല, ഞങ്ങൾ വീട്ടിലെത്തിട്ടോ. അപ്പൊ അങ്ങനെ ഇത് രക്കെട്ടുന്നു ഞാൻ പ്രൊഡക്റ്റ് ഒന്നും മേടിച്ചായിരുന്നില്ല, അത് നമുക്ക് നോക്കണ്ടേ എന്താണെന്ന്. സ്റ്റാൻഡ് കേട്ടാ, സ്റ്റാൻഡ് മൊബൈലൊക്കെ വെക്കാൻ വേണ്ടിട്ട്. അല്ലല്ല അത് റിംഗ് ലൈറ്റ്. അപ്പോ ഗൈസ് പരിപാടി, ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നമുക്ക് നാളെ ഒന്ന് ഡ്രസ്സ് എടുക്കാൻ പോകാനുണ്ട്, അത് വേറെ കാര്യം. അപ്പോ അതുവരേക്കും ഒരു ഇടവേള പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്തില്ല ഓക്കെ. അപ്പോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആദ്യത്തെ ആളാണെങ്കിൽ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയുള്ള ഷോർട്സ് എല്ലാം നോക്കി നമ്മളെ കൂടെ നിൽക്കുക. ബൈ. പുറത്തു പോയിട്ട് വന്നിട്ട് ക്ഷീണിച്ചിട്ട് പറയണമെന്ന്. ഓക്കെ അപ്പൊ സ്ലൈ.